DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPI ഇടപാടുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ വഴി വളരെ ലളിതമായി നാം പണമിടപാടുകൾ നടത്തുന്നുണ്ടെങ്കിലും 2026 ഏപ്രിൽ മുതൽ ഇതിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലെങ്കിൽ ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ തുകയുടെ ഇടപാടുകൾക്ക് പുതിയ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്, GST, ഇൻഷുറൻസ്, ഇൻകം ടാക്സ്, ലോൺ, EMI എന്നിവയ്ക്കായി UPI വഴി ഒരു തവണ 5 ലക്ഷം രൂപ വരെയും 24 മണിക്കൂറിനുള്ളിൽ ആകെ 10 ലക്ഷം രൂപ വരെയും ഇടപാട് നടത്താം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കുന്നതിനും പ്രത്യേക പരിധിയുണ്ട്. UPI വഴി ഒരു തവണ 5 ലക്ഷം രൂപ വരെയും ഒരു ദിവസം പരമാവധി 6 ലക്ഷം രൂപ വരെയും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ സാധിക്കും. സാധാരണ UPI ട്രാൻസ്ഫറുകളുടെ പരിധി ഒരു ദിവസം 2 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും 1 ലക്ഷം രൂപ എന്ന പരിധിയാണ് പിന്തുടരുന്നത്. പുതിയ UPI ID ആക്ടിവേറ്റ് ചെയ്യുന്നവർക്ക് കൂളിംഗ് ഓഫ് പീരീഡ് ബാധകമാണ്. UPI അല്ലെങ്കിൽ IMPS വഴി വലിയ തുകകൾ അയക്കണമെങ്കിൽ ഉപയോക്താക്കൾക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. 10,000 രൂപയിൽ കൂടുതലുള്ള പണമിടപാടുകൾ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതിന് 1 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ തീരുമാനം ഉടൻ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് RBI ഇടപെടൽ. 70 വയസ്സ് കഴിഞ്ഞവരുടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള ഡിജിറ്റൽ ഇടപാടുകൾക്ക് അടുപ്പമുള്ള മറ്റൊരു വ്യക്തിയുടെ സാക്ഷ്യപ്പെടുത്തൽ വരെ ഏർപ്പെടുത്തുന്നത് RBIയുടെ പരിഗണനയിലുണ്ട്. പ്രസ്തുത നീക്കം നടപ്പാക്കുന്നതിനെപ്പറ്റി നിലവിൽ ഉപയോക്താക്കളുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് കേന്ദ്ര ബാങ്ക്. 2026 മെയ് 8 വരെ ഉപയോക്താക്കൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. തുടർന്ന് RBI അന്തിമ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കും. RBIയുടെ പുതിയ നിർദ്ദേശങ്ങൾ പലതും ഉപയോക്താക്കൾക്ക് അസൗകര്യമുണ്ടാക്കുന്നതാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 269 SST പ്രകാരം 20,000 രൂപയിൽ കൂടുതൽ തുക ലോണായി നൽകാനോ വാങ്ങാനോ പണം നേരിട്ട് ഉപയോഗിക്കരുത്. ഇത് ലംഘിച്ചാൽ 100% പെനാൽറ്റി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ലോൺ ഇടപാടുകൾ പൂർണ്ണമായും UPIയോ മറ്റ് ഡിജിറ്റൽ മാർഗങ്ങളോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ മാത്രം നടത്തുക. ബിസിനസ് ചെയ്യുന്നവർ GST നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗുഡ്സ് വിൽക്കുന്നവരും 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സർവീസസ് ബിസിനസ് ചെയ്യുന്നവരും നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. GST രജിസ്ട്രേഷൻ ഉള്ളവർ UPI വഴി പേയ്മെന്റ് സ്വീകരിക്കുമ്പോൾ GST ചാർജ് ചെയ്യാനും റിട്ടേൺ ഫയൽ ചെയ്യാനും മറക്കരുത്. UPI വഴി ലഭിക്കുന്ന സമ്മാനങ്ങൾക്കും നികുതി ബാധകമാണ്. ഒരാളിൽ നിന്ന് വർഷത്തിൽ 5,000 രൂപ വരെയുള്ള സമ്മാനങ്ങൾക്ക് നികുതിയില്ല. എന്നാൽ ഇതിനു മുകളിലുള്ള തുക സമ്മാനമായി ലഭിച്ചാൽ അത് നികുതിക്ക് വിധേയമായിരിക്കും. അതേസമയം അടുത്ത ബന്ധുക്കളിൽ നിന്നോ വിവാഹ സമയത്തോ ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് ഈ നികുതി ബാധകമല്ല. വിവിധ ആപ്പുകൾ വഴി ലഭിക്കുന്ന ക്യാഷ് ബാക്കുകൾ വരുമാനമായി കണക്കാക്കപ്പെടും. ഇത് ITR ഫയൽ ചെയ്യുമ്പോൾ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നികുതി നൽകുകയും വേണം. ഭാവിയിൽ PF തുക UPI വഴി പിൻവലിക്കാനുള്ള സൗകര്യം സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിശ്ചിത പരിധിയിൽ നിന്നുകൊണ്ട് തുക വിത്ഡ്രോ ചെയ്യാനുള്ള പ്രൊപ്പോസലുകൾ ഉടൻ നടപ്പാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ദിവസം UPI വഴി അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് 50 തവണ എന്ന പരിധിയും വന്നേക്കാം. UPI സുരക്ഷയ്ക്കായി UPI ഇടപാടുകൾക്കായി മാത്രം ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന സേവിങ്സ് അക്കൗണ്ട് UPIയുമായി ലിങ്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ UPI അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാകും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ നടന്നാൽ പ്രധാന അക്കൗണ്ടിലെ വലിയ തുക നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും. UPI IDകൾ സജീവമായി നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ഒരു മൊബൈൽ നമ്പർ 12 മാസത്തേക്ക് ഇനാക്റ്റീവ് ആവുകയോ ആ നമ്പർ ഉപയോഗിച്ച് UPI ട്രാൻസാക്ഷൻ നടത്താതിരിക്കുകയോ ചെയ്താൽ ആ UPI ID ഓട്ടോമാറ്റിക്കായി ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. എല്ലാ ഇടപാടുകളുടെയും കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നത് ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഉപകരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.